മത്സര ചിത്രം തെളിഞ്ഞ് പ്രചാരണം ഊർജിതമായതോടെ സംസ്ഥാനം രാഷ്ട്രീയ ചൂടിലേക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിക്കാൻ മൂന്ന് മുന്നണികളും. ഞായറാഴ്ച ആയതുകൊണ്ട് ആരാധനാലയങ്ങൾ സന്ദർശിച്ചും വോട്ടേഴ്സിനെ നേരിട്ട് കണ്ടുമാണ് ഇന്ന് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലാ പര്യടനങ്ങൾ ആരംഭിക്കും. പറവൂർ മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റ് ജില്ലകളിലേക്ക് കടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള താരപ്രചാരകരെ ഇറക്കാൻ NDAയും തയ്യാറെടുക്കുന്നു. സംസ്ഥാനത്തെ പ്രചാരണ ചൂട് പ്രേക്ഷകരിലെത്തിക്കാൻ നമ്മുടെ പട്ടാളം അണിചേരുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങളുമായി ദീപക് തരമണവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു സുരേഷും തത്സമയം ചേരുന്നു. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഔദ്യോഗികമായി ഇന്ന് ധർമ്മടത്താണ് തുടങ്ങുന്നത്. അദ്ദേഹം പഞ്ചായത്ത് തലത്തിൽ CPIMന്റെ ലോക്കൽ കമ്മിറ്റി തലത്തിലുള്ള ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രവർത്തകരെ, സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അതായത് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ പ്രസംഗം പിണറായിയുടേത് ഇന്ന് ധർമ്മടത്താണ്. ആദ്യം ധർമ്മടം നോർത്ത് ലോക്കൽ, അത് കഴിഞ്ഞ് ധർമ്മടം സൗത്ത് ലോക്കൽ, ധർമ്മടം പഞ്ചായത്തിലാണ് പ്രചരണം. അത് കഴിഞ്ഞ് മറ്റു പഞ്ചായത്തുകളിലേക്ക് നീങ്ങും. നാളെയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലാതല പര്യടനം, അതായത് പാൻ കേരള ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അതാദ്യം പത്തനംതിട്ടയിലാണ്. എല്ലാ ജില്ലകളിലും 4 പരിപാടികൾ വീതം ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിൻ എന്താകും, മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗം എന്താകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതിൽ നമുക്ക് പ്രവചിക്കാനാകും വികസനവും കരുതലും തന്നെയായിരിക്കും പ്രസംഗത്തിൻ്റെ പോയിന്റ്. ഇന്നലെ SKNുമായി സംസാരിക്കുമ്പോൾ അതിൽ ഒരു കൃത്യവും വ്യക്തതയും വരുത്തിയൊരു കാര്യം, ഭരണ തുടർച്ചയ്ക്ക് എതിരാണ് CPIM പ്രവർത്തകർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു ക്യാമ്പയിൻ ഉണ്ട്. അതൊരു പ്രതിപക്ഷ കോൺഗ്രസ് BJP നറേറ്റീവാണ് എന്ന് പിണറായി പറയും. ആ കാര്യം കൃത്യമായി ഊന്നൽ നൽകും. കാരണം ഭരണ തുടർച്ചയുടെ ഭാഗമായി അഴിമതി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, വികസനത്തിൻ്റെ കാര്യത്തിലും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും തുടർച്ച വേണം, തുടർച്ചയ്ക്ക് വോട്ട് വേണം എന്നതായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്നുറപ്പാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.